കേന്ദ്ര സർവകലാശാലയെക്കുറിച്ചുള്ള നമുക്ക് കേരളത്തിലുള്ളൊരു പെർസെപ്ഷൻ എന്താണ്? അത് കുറേ കൂടി സ്വതന്ത്രമാണ്, അവിടെ അക്കാദമിക സ്വാതന്ത്ര്യമുണ്ട്, അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെയാണ്. ഉദാഹരണത്തിന് JNU, ഡൽഹി യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഈ പറയുന്ന JNUവിലും ഡൽഹി യൂണിവേഴ്സിറ്റിയിലൊക്കെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അവിടെ ഹാൻഡ് പിക്ക് ചെയ്തുകൊണ്ട് സംഘപരിവാർ അനുകൂലികളെ HODകളാക്കുക, വൈസ് ചാൻസലർമാരാക്കുക, അങ്ങനെ അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒരു ഡീകൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരം സർവകലാശാലകൾ. അപ്പോൾ ഇത്തരം സർവകലാശാലകൾ നടക്കുന്ന സെമിനാറുകളുടെ സ്വഭാവം എന്താണ് എന്നൊക്കെ നോക്കുമ്പോൾ, ഇപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ 2 മാസം മുമ്പ് സോഷ്യോളജി വിഭാഗത്തിൽ നടന്ന സെമിനാർ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചായിരുന്നു. അപ്പോൾ സോഷ്യോളജിയും ഓപ്പറേഷൻ സിന്ദൂറും തന്നെ ബന്ധം എന്ന് വിദ്യാർത്ഥികളായാലും ഉറക്ക ചോദിച്ചു പോലും അതും പ്രശ്നമാണ്. ചിലപ്പോൾ മാൻ ഹാൻഡിൽ ചെയ്യപ്പെട്ടേക്കാം, ചിലപ്പോൾ അറ്റൻഡൻസ് വെട്ടി കുറച്ചേക്കാം, മാർക്ക് വെട്ടി കുറച്ചേക്കാം, പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഡിസൻറ്റ് പൊതുവേ നമ്മളറിയാം, കഴിഞ്ഞ ഈ മോദി ഭരണകൂടത്തിൻ്റെ കാലത്ത് ആദ്യമായി ഡിസൻറ്റ് ഉയർന്നു വന്ന ഇടം എന്ന് പറയുന്നത് സർവകലാശാലയാണ്. രോഹിത് വെമുല സംഭവത്തെ തുടർന്നാണ് അതുണ്ടാകുന്നത്. അതുവരെ മോദി അധികാരത്തിലേറുക എന്ന് പറഞ്ഞാൽ ഒരു ഷോക്കായിരുന്നു രാജ്യത്ത് മുഴുവൻ. ഇങ്ങനെയും സംഭവിച്ചു, ഇനി എന്ത് സംഭവിക്കുന്നുള്ള ആശങ്കയും പേടിയും ഷോക്കുമായിരുന്നു. പക്ഷേ ആദ്യമായി മോദി ഭരണകൂടത്തിനെതിരെ ഡിസൻറ്റ് വരുന്ന രോഹിത് വെമുല ഇൻസിഡൻറ്റിന് ശേഷമാണ്. പിന്നീട് അത് JNUവിലേക്കും ജാമിയ മില്ലിയയിലേക്കും ഒക്കെ പടരുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ രാജ്യത്ത് ആദ്യം ഉയർന്നു വരുന്ന ഡിസൻറ്റ് അവിടെ നിന്നാണെങ്കിൽ അവിടെ ഡിസൻറ്റ് തന്നെ ഒഴിവാക്കുന്ന രീതിയിൽ അവിടെ ഒരു ഡീകൺസ്ട്രക്ഷൻ നടന്നു കഴിഞ്ഞു. ഘടനാപരമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഘടനാപരമായ മാറ്റങ്ങളിൽ ഞാൻ ഏറ്റവും ഗൗരവമുള്ള ഒന്നായി കാണുന്നത്, കേരളത്തിൽ ഇൻ്റർനാഷണൽ അഫയേഴ്സിൽ സ്വതന്ത്രമായ അഭിപ്രായം പറയുന്ന ചാനൽ ചർച്ചകളിലൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു പ്രശസ്തയായ അധ്യാപികയുണ്ടായിരുന്നു. അവർ റഷ്യൻ എക്സ്പെർട്ട് എന്നാണ് മലയാളത്തിൽ അറിയപ്പെടുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കുക, അവരുടെ ഫേസ്ബുക്ക് പ്രൊഫൈൽ അടച്ചുപൂട്ടിയിരിക്കുന്നു. അവർ ചാനൽ ചർച്ചകളിൽ നിന്നേ അപ്രത്യക്ഷമായി കഴിഞ്ഞു. ഫേസ്ബുക്ക് പ്രൊഫൈൽ പോലും അടച്ചുപൂട്ടി. അതായത് ഫേസ്ബുക്കിൽ അങ്ങനെ അറിയാതെ എന്തെങ്കിലും വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞാൽ അത് തനിക്ക് പ്രശ്നമാകുമെന്ന് കരുതി ഫേസ്ബുക്കിലേ ഇല്ല ആൾ. അപ്പോൾ അത്രമാത്രം ആളുകൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെ കാര്യത്തിൽ നേരത്തെ തന്നെ മോദി വന്നപ്പോൾ തന്നെ ആ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ വിശ്വഗുരു ആണോ അല്ലയോ എന്ന് ഏറ്റവും പറയാൻ പറ്റുക നയതന്ത്രജ്ഞർക്കും ഈ പറയുന്ന ഇൻ്റർനാഷണൽ അഫയേഴ്സിലെ വിദഗ്ധർക്കുമാണ്. അവർ സൈലൻ്റാണ്, കഴിഞ്ഞ 10 വർഷമായിട്ട് സൈലൻ്റാണ്. നമ്മൾ അന്താരാഷ്ട്ര രംഗത്ത് നമ്മൾ പ്രതിച്ഛായ എന്താണ്, നമ്മളെ ലോകരാജ്യങ്ങൾ എങ്ങനെയാണ് കാണുന്നത്, അമേരിക്ക യൂറോപ്പൊക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളത് ഏറ്റവും കൃത്യമായിട്ട് പറയാൻ കഴിയവർക്കാണ്. ഔട്ട്സ്പോക്കണായിട്ട് വളരെ കുറച്ച് പേരുണ്ട്, അവരും സൈലൻ്റാണ്. അപ്പോൾ അവരതേക്കുറിച്ചൊന്നും പറയുന്നില്ല. ഇന്ത്യയുടെ ഇമേജ് എന്താണ്, ഗ്ലോബൽ ഇമേജ് എന്താണെന്നതിനെക്കുറിച്ച് ആരും നമ്മളെ എൻലൈറ്റൻ ചെയ്യുന്നില്ല. നമുക്ക് തന്നെ നമ്മൾ പറയുന്നത് എന്താണ്, സർക്കാർ പറയുന്നത് നമ്മൾ വിശ്വഗുരുവാണെന്നാണ്, അടിപൊളിയാണ്, നമ്മളെ പേടിയാണ്, ഇന്ത്യയിലേക്ക് വിസ എടുക്കാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്ത്യക്കാർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് കാരണം എന്താണ്? ഇതിങ്ങനെയല്ല എന്ന് പറഞ്ഞു തരാൻ ആരുമില്ല. ഇനി അന്താരാഷ്ട്ര സമൂഹം നമ്മളെ പരിഹസിച്ചിരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. നമ്മളെ മാത്രം നമ്മുടെ ലീഡേഴ്സിനെ ഉൾപ്പെടെ പരിഹസിക്കുന്നുണ്ട്. അതുപോലും നമ്മൾ അറിയാറില്ല, അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവില്ല. അവർ കളിയാക്കുന്നതാണെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിൽ നമ്മൾ ബ്ലൈൻഡ് ആക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്ക് കാണുന്നില്ല, നമ്മളതൊന്നും കാണുന്നില്ല. ഇതാണ് അവസ്ഥ. ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നസറുദ്ദീൻ ഷാ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ക്രിട്ടിക്കാണ്. അദ്ദേഹം പല കാര്യങ്ങളിലും അഭിപ്രായങ്ങൾ വെട്ടി തുറന്നു പറയുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരു സർവകലാശാലയിൽ വന്ന് സംസാരിക്കുക എന്നുള്ളത് അവിടെയുള്ള ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടാകും. നാളെ എന്താകും, ഇദ്ദേഹം ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയി നാളെ എന്താകും എന്ന് ഭയപ്പെടുന്നുണ്ടാകും. സമാനമായ അനുഭവമാണ് വിനോദ് കെ ജോസിന് കഴിഞ്ഞ ദിവസം പാലാ സെൻറ് തോമസ് കോളേജിലുണ്ടായത്. അപ്പോൾ അദ്ദേഹത്തെ ഇമെയിൽ അയച്ച് ക്ഷണിച്ചതിന് ശേഷം പിന്നീട് അറിയിക്കുകയാണ് വരേണ്ടതില്ല എന്ന് പറയുന്നു. ഇത് ഇപ്പോൾ ആ കോളേജ് ഏതെങ്കിലും കേന്ദ്ര ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നുണ്ടോന്നും അല്ല. ഭാവിയിലുണ്ടാകാൻ സാധ്യതയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളെ മുൻകൂട്ടി കാണുന്നുണ്ടാവും അവർ. പിന്നെ പാലാ രൂപതയെക്കുറിച്ച് നമുക്കറിയാമല്ലോ. പാലാ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ രാഷ്ട്രീയ സ്വഭാവം കഴിഞ്ഞ കുറേ നാളായിട്ട് അവർ എങ്ങനെയാണ് പ്രകടിപ്പിക്കുന്നത് നമുക്കറിയാം. ഇങ്ങനെയുള്ള പലവിധം പ്രശ്നങ്ങളുണ്ട്. വ്യക്തിപരമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന്, കേരളത്തിലൊരു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അത് പക്ഷേ ഇമെയിലൊന്നും അയച്ചില്ലായിരുന്നു. അവർ ഫോണിൽ വിളിച്ച് പറഞ്ഞു, തൊട്ടുണ്ട് 2-3 ദിവസത്തിനകം തന്നെ അത് ക്യാൻസൽ ചെയ്തു. അതും ഇത്തരത്തിലുള്ള കാരണങ്ങൾ കൊണ്ട് തന്നെയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ എൻ്റെ അഭിപ്രായ പ്രകടനം നിലനിൽക്കുന്ന സിസ്റ്റത്തെ എന്തെങ്കിലും അലോസരപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആർക്കെതിരെ വിമർശനാത്മകമായി സംസാരിക്കുകയോ ചെയ്താൽ അത് മോശമാണെന്ന് കരുതുന്നവരാണ് അത് വേണ്ട എന്ന് വയ്ക്കുന്നത്. അപ്പോൾ അത് ഞാൻ പറയുന്നത് ഭയമാണ് ആളുകളെ പിടികൂടിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വികാരം കഴിഞ്ഞ 10 വർഷമായിട്ട്. ആ ഭയത്തിൽ നിന്ന് ആളുകൾ മോചിതരാവുകയേ രക്ഷയുള്ളൂ. അതല്ലാതെ ഇത് ഏതെങ്കിലും തരത്തിൽ ഭരണകൂടത്തിൻ്റെ ഹാൻഡിലുകൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ആളുകളുടെ ഭയം മൂലമാണ് സംഭവിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്.